സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ യഥാർത്ഥത്തിൽ ജീവിതം അനുഭവിക്കുകയാണോ അതോ എപ്പോഴും ഭയത്തിന്റെ പിടിയിൽ ഒതുങ്ങി ജീവിക്കുകയാണോ? ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ആളുകൾ എന്നെ നോക്കി ചിരിക്കുമോ? എന്നെ അപമാനിക്കുമോ? എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉള്ളിലുണ്ടാകാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്യന്തം അപകടകാരിയായ, എന്നാൽ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒരു ആന്തരിക ശത്രുവിനെക്കുറിച്ചാണ്. അത് നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ തടയും. ആ ശത്രുവിനെ മറികടന്നാലേ നാം നമ്മുടെ യഥാർത്ഥ ശക്തിയെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ ശത്രുവാണ് ഭയം. ഇതൊരു ചെറിയ വാക്കായേക്കാം, പക്ഷേ അതിന്റെ ആഘാതം അനന്തമാണ്. ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മെ നശിപ്പിക്കുന്നു, നമ്മുടെ പ്രതീക്ഷകളെ തകർക്കുന്നു, നാം ലക്ഷ്യസ്ഥാനത്തെത്തും മുൻപ് തന്നെ നമ്മുടെ കാലുകൾ പിടിച്ചു നിർത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഭയം നിങ്ങളെ തടഞ്ഞിട്ടുണ്ട്? നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതായിരുന്നുവെങ്കിലും ഭയം അതിനെ ചെറുതാക്കിയിരിക്കുന്നു. നിങ്ങൾ ഉയരങ്ങളിലെത്താൻ ആഗ്രഹിച്ചു, പക്ഷേ വീഴ്ചയുടെ ഭയം നിങ്ങളുടെ ചിറകുകൾ മുറിച്ചുകളഞ്ഞു. നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിച്ചു, പക്ഷേ ഭയം നിങ്ങളെ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് തടഞ്ഞു. ഭയം ഒരു വികാരം മാത്രമല്ല, ഇത് നമ്മുടെ സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനുമിടയിൽ നിലകൊള്ളുന്ന ഒരു അദൃശ്യ മതിലാണ്. ഭയം നമ്മെ ദുർബലരാക്കുന്നു. നമ്മൾ ഒരു പുതിയ കാര്യം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇത് നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്നു, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അതിന്റെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങുന്നു. നീ പരാജയപ്പെട്ടാൽ എന്താകും? ആളുകൾ എന്തു പറയും? ഇത് നിനക്ക് ചെയ്യാൻ കഴിയുമോ? ഭയം നമ്മുടെ ഉള്ളിൽ കളിക്കുന്ന ഈ മാനസിക ഒളിപ്പോര് നമ്മെ ഭൂതകാലത്തെ ഖേദത്തിലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലും പൂർണ്ണമായി കുടുക്കുന്നു. ഇതോടെ നാം നമ്മുടെ വർത്തമാനകാലം അനുഭവിക്കാൻ പോലും കഴിയാതെ പോകുന്നു. എന്താണിതിലെ ഏറ്റവും വലിയ വിരോധാഭാസമെന്നറിയാമോ? നാം അനുഭവിക്കുന്ന ഭയങ്ങളിൽ 90% ഭാഗവും നമ്മുടെ മനസ്സിന്റെ കള്ളക്കളികളാണ്. അതായത്, ഭയം സത്യത്തിന്റെ പ്രതിഫലനമല്ല, അതൊരു കെട്ടിച്ചമച്ച കാഴ്ചയാണ്. നമുക്ക് മുന്നിൽ വന്നാൽ ഭയം പുതിയ സാധ്യതകളുടെ കടലിൽ കടന്നു നീങ്ങാൻ ശ്രമിക്കുന്ന, നമുക്ക് പരാജയത്തിന്റെ, അപമാനത്തിന്റെ, നഷ്ടത്തിന്റെ വലിയ ചിത്രങ്ങൾ കാണിക്കുന്നു. പക്ഷേ അതിൽ നിന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഭയം നമ്മെ മനസ്സിൽ മാത്രം പിടിച്ചിടുന്ന അതിവിശ്വസനീയമായ ഒരു കപടനാടകമാണെന്ന്. ഭയം ഒരാളുടെ ജീവിതത്തെ സങ്കീർണമാക്കുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യാനോ അപകടസാധ്യതകൾ ഏറ്റെടുക്കാനോ പലപ്പോഴും ഭയമുള്ളവർ മടിക്കുന്നു. ഭയം സൃഷ്ടിക്കുന്ന ഒരു സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിക്കൂടാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ സുരക്ഷിത മേഖല ഒരു മിഥ്യാബോധം മാത്രമാണെന്ന് നാം തിരിച്ചറിയണം. യഥാർത്ഥ ജീവിതം, അതായത് അനുഭവങ്ങളുടെയും വളർച്ചയുടെയും ലോകം, അതിരുകൾക്ക് പുറത്താണ് ആരംഭിക്കുന്നത്. ഭയം നമ്മുടെ ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. മനസ്സിലുള്ളത് തുറന്നു പറയാനും സ്വപ്നങ്ങളും വികാരങ്ങളും പങ്കുവയ്ക്കാനും ഇത് നമ്മളെ അനുവദിക്കാതെ ഒരുതരം അടിച്ചമർത്തപ്പെട്ട അവസ്ഥ സൃഷ്ടിക്കുന്നു. ക്രമേണ ഇത് ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. ഭയം ഒരു വികാരമല്ല, മറിച്ച് നമ്മുടെ സ്വപ്നങ്ങളെയും ധൈര്യത്തെയും കവർന്നെടുക്കുന്ന ഒരു തടസ്സമാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നമ്മളെ ദുർബലരാക്കുകയും യഥാർത്ഥ കഴിവുകൾക്ക് താഴെ ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ആളുകൾ എന്തു പറയും? എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന ചിന്തകൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയെ തടയുന്ന ഭയത്തിന്റെ ശബ്ദമാണ്. ഭയത്തിന്റെ ഏറ്റവും വലിയ ദോഷം ഒരു ചെറിയ പരാജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഇത് നമ്മളെ അനുവദിക്കില്ല എന്നതാണ്. ഇത് നമ്മുടെ ചിന്താശേഷിയെ കുറയ്ക്കുകയും സ്വപ്നങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഭയം ഒരു മാനസിക തടസ്സം മാത്രമല്ല, ശരീരത്തെയും ബാധിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഉറക്കം നശിപ്പിക്കുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. ഭയത്തോടെയുള്ള ജീവിതം ഒരു പേടി സ്വപ്നം പോലെയാണ്. അത് ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുകയും ബന്ധങ്ങൾ തകർക്കുകയും കരിയറിന് തടസ്സമാവുകയും വ്യക്തിപരമായ വളർച്ചയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭയത്തിൽ നിന്ന് മോചനം നേടാതെ ജീവിതത്തിൽ പൂർണ്ണത നേടാൻ സാധിക്കില്ല. ഭയത്തിനെ നേരിട്ട് അതിജീവിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മികച്ചൊരു ജോലി വേണം, പക്ഷേ അതിനെ അഭിമുഖം നൽകുന്നതിൽ ഭയം നിങ്ങളെ തടയുന്നു. ആരോടെങ്കിലും മനസ്സു തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭയം നിങ്ങളെ വിഡ്ഢിയാക്കുന്നു. പുതിയ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയം നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ലോകത്തെ 90% ആളുകളും പരാജയപ്പെടുന്നത് കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് ഭയത്തെ തോൽപ്പിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നിലവിലില്ലാത്ത അപകടങ്ങളെക്കുറിച്ച് പോലും നമ്മെ ഭയപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിന്റെ കളിയാണ്. ഭയം നമ്മുടെ സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനുമിടയിൽ നിൽക്കുന്ന ചില്ലുപോലുള്ള ഒരു മതിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ തകർത്തെറിയാൻ കഴിയും. ഭയത്തെ എങ്ങനെ നേരിടാം? അതിനെ ഒഴിവാക്കാനോ തോൽപ്പിക്കാനോ കഴിയുമോ എന്ന ചോദ്യങ്ങൾക്കുത്തരം അതെ എന്നാണ്. ഭയത്തെ നേരിടാനുള്ള ആദ്യപടി അതിനെ തിരിച്ചറിയുക എന്നതാണ്. ഭയം തോന്നുമ്പോഴെല്ലാം സ്വയം ചോദിക്കുക, ഞാൻ എന്തിനെയാണ് ഭയക്കുന്നത്? ഈ ഭയം യാഥാർത്ഥ്യമാണോ അതോ എന്റെ മനസ്സിന്റെ തോന്നൽ മാത്രമാണോ എന്ന്.
ഭയത്തെ എത്രത്തോളം നിങ്ങൾ ഭയക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങളെ പിന്തുടരും. അതിൽ നിന്ന് ഒളിച്ചോടുന്നതിനു പകരം അതിനെ നേരിടുകയും വെല്ലുവിളിക്കുകയും ചെയ്യുക. ഭയത്തെ തോൽപ്പിക്കാൻ വലിയൊരു കാൽവെപ്പ് ആവശ്യമില്ല. ചെറിയ ചുവടുകളെടുത്ത് പതിയെ പതിയെ നിങ്ങളുടെ ഭയങ്ങളെ നേരിടുക. നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവാക്കുക. ഭയം തോന്നുമ്പോഴെല്ലാം ഞാൻ ഇതിനേക്കാൾ വലുതാണ്, എനിക്കിതിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഭയത്തെ ഒരു തടസ്സമാകാൻ അനുവദിക്കരുത്. എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനവും ധൈര്യവുമാണ് ഭയത്തേക്കാൾ വലുതെന്ന് ഓർക്കുക. ഭയം ഒരു മനസ്സിന്റെ കെണി മാത്രമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോയുടെ ഉദ്ദേശ്യം. നിങ്ങൾ അതിനെ തിരിച്ചറിയുകയും നേരിടുകയും വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാൻ കഴിയും. ഭയത്തെ തോൽപ്പിക്കാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും എപ്പോഴും സ്വപ്നം കണ്ട ജീവിതം ജീവിക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം. ഭയത്തെ നിങ്ങളുടെ ശത്രുവായി കാണാതെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക. കാരണം ഭയത്തെ തോൽപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ ഉന്നതികളിൽ എത്താൻ കഴിയൂ. നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാനുള്ള ആദ്യ ചുവടാണ് ഈ വീഡിയോ. ഇത് അവസാനം വരെ കാണുക. കാരണം ഭയത്തെ തോൽപ്പിക്കാനും ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളുടെ വിജയം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ആദ്യ ചുവട് വെച്ചാൽ മാത്രം മതി. ഒരു ചെറിയ പട്ടണത്തിലെ ആഡംബര ഭവനത്തിന്റെ ഉടമയായ സേഠ് ഗോപാൽദാസിന്റെ കഥയോടെയാണ് ഇതാരംഭിക്കുന്നത്. സമ്പത്തിനും കച്ചവടത്തിലെ കഴിവിനും പേരുകേട്ട അദ്ദേഹത്തിന്റെ സമ്പത്ത് അളവറ്റതായിരുന്നു. സ്വർണപാത്രങ്ങളും അമൂല്യരത്നങ്ങളും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ബിസിനസ്സുകളുമുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഗോപാൽദാസ് ഭാവിയെക്കുറിച്ചും നിലവിലെ സമ്പത്തിന്റെ സുരക്ഷയെക്കുറിച്ചും എപ്പോഴും ആശങ്കാകുലനായിരുന്നു. ആരെങ്കിലും തന്റെ എല്ലാം തട്ടിയെടുത്തേക്കുമോ എന്ന ആഴത്തിലുള്ള ഭയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് കാരണം രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പകൽ സമയത്ത് എല്ലാവരെയും സംശയിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന് സ്വർണവാതിലുകളും ശക്തമായ ഇരുമ്പുവലകളും ഉണ്ടായിരുന്നെങ്കിലും ഒരു സുരക്ഷയ്ക്കും അദ്ദേഹത്തിന്റെ ഭയത്തെ തടയാൻ കഴിഞ്ഞില്ല. ഇത് ഭയത്തിന്റെ ഫലമായുള്ള വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള കഴിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. സേഠ്ജിയുടെ ഭയം ബാഹ്യ ഭീഷണികളിൽ മാത്രം ഒതുങ്ങിയില്ല. അദ്ദേഹം ഭാവിയെക്കുറിച്ചുള്ള ഭാവനകളിൽ അത്രയധികം മുഴുകിയിരുന്നത് കാരണം വർത്തമാനകാലം ആസ്വദിക്കാൻ മറന്നുപോയിരുന്നു. ഓരോ ദിവസവും ഒരു ചോദ്യത്തോടെയാണ് ആരംഭിച്ചിരുന്നത്. എന്റെ ബിസിനസ് നാളെ തകർന്നാൽ എന്ത് സംഭവിക്കും? എനിക്കെന്തെങ്കിലും അസുഖം വന്നാലോ? ആളുകൾ എന്റെ സമ്പത്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ? കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എന്തിന് തന്നിൽ നിന്ന് പോലും അദ്ദേഹം അകന്നുപോയിരുന്നു. മകനും ഭാര്യയും അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം എപ്പോഴും പിരിമുറുക്കത്തിലായിരുന്നു. ഒരു ദിവസം സേഠ്ജിയുടെ അസ്വസ്ഥത അതിന്റെ ഉന്നതിയിലെത്തിയപ്പോൾ ഈ മാനസിക അസ്ഥിരതയിൽ നിന്ന് മുക്തി നേടാൻ ഒരു ജ്ഞാനിയുടെ സഹായം തേടാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ അന്വേഷണം അടുത്തുള്ള ആശ്രമത്തിൽ താമസിച്ചിരുന്ന സന്യാസി വിദ്യാന്തനിലേക്ക് എത്തിച്ചു. സേഠ്ജിയെ കണ്ടമാത്രയിൽ തന്നെ സന്യാസിക്ക് അദ്ദേഹത്തിന്റെ ഭയം മനസ്സിലായി. ശാന്തമായ സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, സേഠ്ജി, താങ്കൾ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും താങ്കൾക്കുണ്ടല്ലോ. സേഠ്ജി ഭാരപ്പെട്ട ഹൃദയത്തോടെ പറഞ്ഞു, ഗുരുവേ, ഇതാണ് എന്റെ പ്രശ്നം. ഇത്രയേറെയുണ്ടായിട്ടും ഞാൻ എപ്പോഴും ഭയത്തിലാണ്. ഇതെല്ലാം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായേക്കാം എന്നെനിക്ക് തോന്നുന്നു. ഈ ഭയത്തിൽ നിന്ന് എനിക്ക് മുക്തി നേടണം. ദയവായി എന്നെ നയിക്കുക. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭയം നമ്മുടെ അജ്ഞതയിൽ നിന്നാണ് ജനിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളെയും മനസ്സിലാക്കാതെയാണ്. ആദ്യം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയണം. നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് എന്താണെന്ന് നിങ്ങൾ അറിയണം. സന്യാസി സേഠ്ജിക്ക് പ്രധാന അറിവുകൾ നൽകുകയും കുറച്ചു ദിവസത്തേക്ക് അവ ധ്യാനിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിങ്ങനെയായിരുന്നു, നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ആസ്വദിക്കുക. ഭാവി നിങ്ങളുടെ കൈകളിലല്ല, എന്നാൽ വർത്തമാനം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ വർത്തമാനകാലം മെച്ചപ്പെടുത്തിയാൽ ഭാവി തനിയെ മെച്ചപ്പെടും. യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ ഉള്ളിലാണ്. സമ്പത്തിന് നിങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിയില്ല, എന്നാൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ അറിവ് എന്നിവയാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നത്. ഭയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്, അതിനെ മനസ്സിലാക്കുക. ഭയം നിങ്ങൾക്ക് മോശം വികാരം നൽകിയേക്കാം, പക്ഷേ അതിനെ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ഭയത്തെ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായി മാറും. കൂടാതെ സന്യാസി ഒരു കഥ പറഞ്ഞു. അത് സേഠ്ജിയെ ആഴത്തിൽ സ്പർശിച്ചു. ഒരിക്കൽ ഒരു കർഷകൻ തന്റെ വയലിൽ ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു. അദ്ദേഹത്തിന്റെ എല്ലാ വിളകളും നശിച്ചുപോയി. അയാൾ ദുഃഖിതനായി, പക്ഷേ ധൈര്യം കൈവിട്ടില്ല. അയാൾ പറഞ്ഞു, എന്റെ ഭൂമി ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാൻ വീണ്ടും കഠിനാധ്വാനം ചെയ്യും. അടുത്ത വർഷം അയാൾ ഇരട്ടി കഠിനാധ്വാനം ചെയ്യുകയും മുമ്പത്തേക്കാൾ കൂടുതൽ വിളവ് നേടുകയും ചെയ്തു. കൊടുങ്കാറ്റ് അയാളെ ഭയപ്പെടുത്തി, പക്ഷേ അയാൾ ഭയത്തെ ശക്തിയാക്കി മാറ്റി. സേഠ് ഗോപാൽദാസ് സന്യാസിയുടെ വാക്കുകൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഒന്നാമതായി,
ഉത്കണ്ഠയ്ക്ക് പകരം കൃതജ്ഞതയോടെ തന്റെ ദിവസം ആരംഭിക്കാൻ അദ്ദേഹം പഠിച്ചു. എല്ലാ ദിവസവും രാവിലെ തന്റെ സമ്പത്തിനു വേണ്ടിയായിരുന്നില്ല, മറിച്ച് കുടുംബത്തിനും ആരോഗ്യത്തിനും അനുഭവങ്ങൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഇതിനു പുറമെ തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ആവശ്യമുള്ളവരെ സഹായിക്കാൻ അദ്ദേഹം ദാനം ചെയ്യാൻ തുടങ്ങി. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷം തന്റെ എല്ലാ സമ്പത്തിനേക്കാളും വിലപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സേഠ്ജിയുടെ ഈ യാത്രയിൽ നിന്ന് നമുക്കെല്ലാം ചില പ്രധാന പാഠങ്ങൾ പഠിക്കാൻ കഴിയും. ഭയത്തെ നിഷേധിക്കുന്നതിനു പകരം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ഭയം എവിടെ നിന്ന് വരുന്നു, അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് അറിയുക. നമ്മുടെ മനസ്സ് ഒന്നുകിൽ ഭൂതകാലത്തിലോ ഭാവിയെക്കുറിച്ചുള്ള ഭാവനകളിലോ ആണ് ജീവിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതം വർത്തമാനകാലത്താണ്. അത് പൂർണ്ണമായി ജീവിക്കാൻ പരിശീലിക്കുക. മനസ്സിനെ ശാന്തമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ധ്യാനവും പ്രാണായാമവും നിങ്ങളുടെ ദൈനംദിന ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ഭയത്തിന്റെ ഏറ്റവും വലിയ കാരണം അജ്ഞതയാണ്. പഠനത്തിലൂടെയും ആത്മപരിശോധനയിലൂടെയും നിങ്ങളുടെ ജീവിതം മികച്ചതാക്കുക. ഏതാനും മാസങ്ങൾക്കുള്ളിൽ സേഠ് ഗോപാൽദാസിന്റെ ജീവിതം പൂർണ്ണമായും മാറിമറിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ശാന്തനും സന്തോഷവാനും സംതൃപ്തനുമായ ഒരു വ്യക്തിയായി മാറി. അദ്ദേഹത്തിന്റെ കൊട്ടാരം സമ്പത്തുകൊണ്ട് നിറഞ്ഞതായിരുന്നില്ല, മറിച്ച് സന്തോഷം അവിടം മുഴുവൻ അലയടിച്ചു. അദ്ദേഹത്തിന്റെ ഈ മാറ്റം ഗ്രാമത്തെ മുഴുവൻ പ്രചോദിപ്പിച്ചു. ഭയത്തെ നേരിട്ടും വർത്തമാനകാലത്ത് ജീവിച്ചും നമുക്ക് ജീവിതത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ കഴിയുമെന്ന് സേഠ്ജിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് മറ്റൊരു രസകരമായ കഥയിലേക്ക് കടക്കാം. അത് വിക്രമന്റെ കഥയാണ്. ഇത് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു യാത്രയുടെ തുടക്കമാണ്. പക്ഷേ അതേ പോരാട്ടം അദ്ദേഹത്തെ ശക്തനും വിജയശാലിയുമാക്കി മാറ്റി. വിക്രമന്റെ പിതാവ് പെട്ടെന്ന് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ലോകം പൂർണ്ണമായും മാറിമറിഞ്ഞു. കുട്ടികൾ സാധാരണയായി പഠനത്തിൽ വ്യാപൃതരായിരുന്ന ആ ചെറിയ ഗ്രാമത്തിൽ വിക്രമന്റെ ജീവിതം കഠിനവും അപ്രതീക്ഷിതവുമായ ഒരു വഴിത്തിരിവിലേക്കെത്തി. ഇതൊരു സാധാരണ സംഭവമായിരുന്നില്ല. തന്റെ ബാല്യം അവസാനിച്ചുവെന്നും ഇനി അമ്മയെയും ഇളയ സഹോദരങ്ങളെയും പരിപാലിക്കേണ്ടത് താനാണെന്നും വിക്രമന് തോന്നി. വിക്രമൻ വളരെ വൈകാരികനായ ഒരു കുട്ടിയായിരുന്നു. എന്നാൽ പിതാവ് മരിച്ചയുടൻ തന്റെ വികാരങ്ങളെ ഉള്ളിലൊതുക്കി പുതിയൊരു പങ്ക് വഹിക്കേണ്ടി വരുമെന്ന് അയാൾക്ക് മനസ്സിലായി. തന്റെ ഹൃദയത്തിൽ വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം വീടിന്റെ ഉത്തരവാദിത്തം ഇനി തന്നിൽ മാത്രമാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ഒരു നിമിഷം പോലും ഒരു കുട്ടിയായി അയാൾക്ക് തോന്നിയില്ല. പിതാവില്ലാത്ത ഭാവിയെക്കുറിച്ച് ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും നിഴൽ അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും തന്റെ കുടുംബത്തെ ഒരിക്കലും ബുദ്ധിമുട്ടിൽ കാണില്ലെന്ന് ഉറച്ച ഒരു ദൃഢനിശ്ചയം അയാളുടെ ഉള്ളിൽ പിറന്നു. ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ വിക്രമന് ഏറ്റവും വലിയ വെല്ലുവിളി പഠനം ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ പരീക്ഷണം നേരിടുക എന്നതായിരുന്നു. പഠനം പൂർത്തിയാക്കി നല്ലൊരു വ്യക്തിയാകുക എന്നതായിരുന്നു അവന്റെ സ്വപ്നം. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്തു. തന്റെ കുടുംബത്തെ സഹായിക്കണമെങ്കിൽ പഠനത്തേക്കാൾ വലിയ എന്തെങ്കിലും ചെയ്യണമെന്ന് പിതാവിന്റെ അഭാവം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നിർബന്ധിച്ചു. തന്റെ കുടുംബത്തിന് ഒരു ഉപജീവനമാർഗം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. തന്റെ ബാല്യം ഉപേക്ഷിച്ച് കഠിനാധ്വാനത്തിന്റെയും പോരാട്ടത്തിന്റെയും പാത സ്വീകരിക്കണമെന്ന് വിക്രമൻ ക്രമേണ അംഗീകരിച്ചു. ഈ തീരുമാനമെടുത്തതിനു ശേഷം വിക്രമന്റെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ? എന്റെ ഇളയ സഹോദരങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ എനിക്ക് കഴിയുമോ? എന്റെ കഠിനാധ്വാനം ഒരിക്കലെങ്കിലും ഫലം കാണുമോ? ഈ ചോദ്യങ്ങൾക്കൊന്നും വിക്രമന് ഉത്തരം ലഭിച്ചില്ല. എന്നിട്ടും അയാൾ തന്റെ സാഹചര്യവുമായി പോരാടി. തന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഭയത്തിനപ്പുറം കടന്ന് ധീരമായ ചുവടുകൾ വെക്കണമെന്ന് സ്വയം ബോധ്യപ്പെട്ടു. വിക്രമൻ പഠനം ഉപേക്ഷിച്ച് ജോലിക്ക് പോകരുതെന്ന് ഗ്രാമത്തിലെ എല്ലാ ആളുകളും എപ്പോഴും പറയുമായിരുന്നു. പഠിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാമായിരുന്നു എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ വിക്രമൻ ഈ കാര്യങ്ങളെല്ലാം അവഗണിച്ച് കഠിനാധ്വാനത്തിൽ മുഴുകി. സ്കൂൾ പുസ്തകങ്ങളോട് വിട പറഞ്ഞപ്പോൾ വിക്രമന് ഹൃദയത്തിൽ വലിയ സങ്കടം തോന്നി. പക്ഷേ താൻ ചെയ്യുന്നത് കുടുംബത്തിനു വേണ്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലായപ്പോൾ അവന്റെ ദിനചര്യ പൂർണ്ണമായും മാറി. രാവിലെ വയലിൽ പണിയെടുത്തു, പിന്നെ പകൽ ഇഷ്ടികക്കളത്തിൽ ജോലി ചെയ്തു, വൈകുന്നേരം ഒരു കടയിൽ ചെറിയ ജോലികളും ചെയ്തു തുടങ്ങി. ജോലി ചെയ്യുമ്പോൾ തന്റെ ശക്തിയും ക്ഷമയും പരീക്ഷിക്കാൻ അവസരം ലഭിച്ചുവെന്ന് മാത്രമല്ല, താൻ ശരിയായ പാതയിലാണോ എന്നും ഓരോ ദിവസവും സ്വയം ചോദിച്ചു. ഈ കഠിനാധ്വാനത്തിനിടയിലും തനിക്ക് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലെന്ന് വിക്രമന് തോന്നി. എന്നിട്ടും കുറച്ചുകാലം കഴിഞ്ഞാൽ തന്റെ കുടുംബം മെച്ചപ്പെട്ട നിലയിലാകുമെന്ന് അവൻ ഓരോ ദിവസവും ചിന്തിച്ചു. വിക്രമന്റെ ഈ പോരാട്ടം ശാരീരികം മാത്രമല്ല, മാനസികം കൂടിയായിരുന്നു. ആളുകൾ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്നും താൻ ഏതവസ്ഥയിലാണെന്നും അയാൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പലപ്പോഴും അവൻ സ്വയം ചോദിച്ചു,
ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അതല്ല ഇനി ഇതിന് മറ്റൊരു വഴിയുണ്ടോ എന്നും ചിന്തിച്ചു. പക്ഷേ വിക്രമൻ ഒന്നും ചെയ്തില്ല. തനിക്ക് എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല. മറിച്ച് തനിക്ക് എന്ത് നേടാൻ കഴിയുമെന്നതിലാണ് അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു ദിവസം വിക്രമന്റെ ഗ്രാമത്തിലെ ചില ആളുകൾ അവനെ കാണാൻ വന്നിട്ട് പറഞ്ഞു, നീ പഠനം ഉപേക്ഷിച്ചു, ഇനി നിന്റെ ജീവിതം എന്താകും വിക്രമ? അവൻ ഒരു ചെറുപുഞ്ചിരിയോടെ ഈ വാക്കുകൾ കേട്ടു. എന്നിട്ട് വലിയ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എനിക്ക് എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്നതിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്റെ കുടുംബമാണ് എന്റെ ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യം. വിക്രമൻ തന്റെ പോരാട്ടത്തെ ഒരിക്കലും ദൗർബല്യമായി കണ്ടില്ല, മറിച്ച് അതിനെ തന്റെ ശക്തിയായി കണക്കാക്കി. പോരാട്ടമില്ലാതെ വിജയം ആസ്വദിക്കുന്നവർ ആ പോരാട്ടത്തിന്റെ മൂല്യം മനസ്സിലാക്കില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെ നേരിട്ട് തന്റെ കുടുംബത്തിന് ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. തന്റെ യാത്ര എളുപ്പമായിരിക്കില്ലെന്ന് അയാൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പക്ഷേ താൻ ഒരിക്കലും പിന്മാറില്ലെന്ന് അവൻ സ്വയം മനസ്സുകൊണ്ട് വാക്കുകൊടുത്തിരുന്നു. വിക്രമന്റെ ജീവിതത്തിൽ അവൻ നിരവധി പോരാട്ടങ്ങളെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ മറ്റൊരു വലിയ വെല്ലുവിളി മുന്നിൽ വന്നു. ഗ്രാമത്തിലെ പരിഹാസങ്ങളും സമൂഹത്തിന്റെ സമ്മർദ്ദവും. വിക്രമന്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിനു പകരം ഗ്രാമത്തിലെ ആളുകൾ അവനെ വിമർശിക്കാൻ തുടങ്ങിയിരുന്നു. ഈ സാമൂഹിക സമ്മർദ്ദങ്ങൾക്കിടയിൽ വിക്രമന്റെ ജീവിതം ക്രമേണ വഷളായി. അവന്റെ നില താഴ്ന്നു. ഇത് അവനൊരു പുതിയ പരീക്ഷണമായി മാറി. എന്തിനാണ് വിക്രമൻ തന്റെ പഠനം ഉപേക്ഷിച്ചതെന്ന് ഗ്രാമത്തിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു ആഴത്തിലുള്ള നിരാശ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജനിച്ചു. സമൂഹം തന്നെ തന്റെ പ്രയത്നത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് കാണുന്നതെന്നും തന്റെ പോരാട്ടം മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹത്തിന് തോന്നി. താൻ ചെയ്യുന്നത് കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വിക്രമന് അറിയാമായിരുന്നിട്ടും സമൂഹം ഈ സത്യം ഉൾക്കൊണ്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ ജീവിതം എത്രയോ മെച്ചപ്പെടുമായിരുന്നുവെന്നും കഠിനാധ്വാനം ചെയ്തിട്ടെന്തു കാര്യം, ഒന്നും നേടാൻ കഴിയില്ലെന്നും ചിലർ പറഞ്ഞു. ഇത് വിക്രമിനെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ കഠിനാധ്വാനത്തിന് അർത്ഥമില്ലേ എന്നും സമൂഹം പുസ്തകങ്ങളെയും ബിരുദങ്ങളെയും മാത്രമാണോ വിജയമായി കാണുന്നതെന്നും അദ്ദേഹം ചിന്തിച്ചു. ഈ ചോദ്യങ്ങളുമായി വിക്രമൻ പല രാത്രികളിലും ഉറങ്ങാതെ കിടന്നു. പക്ഷേ ഈ പരിഹാസങ്ങൾ തന്റെ ആത്മവിശ്വാസത്തിന് ഒരു തടസ്സമാകാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം സ്വയം ദൃഢപ്രതിജ്ഞ ചെയ്തു. സമൂഹത്തിന്റെ സമ്മർദ്ദം വിക്രമിനുമേൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആളുകളുടെ വാക്കുകൾ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. തന്റെ ജീവിതം ശരിയായ ദിശയിലാണോ കൊണ്ടുപോയത്, അതോ താനും കുടുംബവും ഒരു ഇരുണ്ട പാതയിലേക്ക് സ്വയം തള്ളിയിട്ടതാണോ എന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ മറ്റുള്ളവരെ കേട്ടാൽ തന്റെ പാതയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ടുതന്നെ വിക്രമനു പതിയെ മനസ്സിലായി തുടങ്ങി. ഈ സമ്മർദ്ദങ്ങൾക്കും പരിഹാസങ്ങൾക്കുമിടയിൽ ഇനി ആരെയും ശ്രദ്ധിക്കേണ്ടതില്ലെന്ന് വിക്രമൻ തീരുമാനിച്ചു. ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് അയാളുടെ ബാഹ്യരൂപം, പദവി അല്ലെങ്കിൽ തൊഴിൽ എന്നിവ കൊണ്ടല്ല, മറിച്ച് അയാളുടെ പോരാട്ടവും കഠിനാധ്വാനവും കൊണ്ടാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ സാമൂഹിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ വിക്രമൻ തന്റെ സ്വന്തം പാത തിരഞ്ഞെടുക്കുകയും തന്റെ ആന്തരിക ശക്തിയിൽ വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് എളുപ്പമായിരുന്നില്ല. എല്ലാ ദിവസവും വിക്രമൻ സമൂഹത്തിന്റെ ഈ പരിഹാസങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതെല്ലാം കാലത്തിന്റെ ഭാഗമാണെന്ന് വിക്രമൻ അംഗീകരിച്ചു. പുസ്തകങ്ങളിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമല്ല, കഠിനാധ്വാനം, പോരാട്ടം, അർപ്പണബോധം എന്നിവയിലൂടെയും വലിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് സ്വയം തെളിയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സമൂഹത്തോട് പോരാടുന്നതിനു പകരം വിക്രമൻ തന്റെ യുദ്ധം തന്നോട് തന്നെയാണ് നടത്തിയത്. ഈ സമ്മർദ്ദത്തെ തന്റെ ശക്തിയാക്കി മാറ്റുകയും ഒരിക്കലും തോൽക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി. പരിഹാസങ്ങളും സമ്മർദ്ദങ്ങളും ഒരു വലിയ ശക്തിയല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ വിക്രമൻ പലതരം ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിന്റെ കഠിനാധ്വാനത്തിൽ ഒരു വ്യത്യസ്തമായ പോരാട്ടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തന്റെ കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനം. രാവും പകലും വയലുകളിൽ പണിയെടുത്തു, ദിവസം മുഴുവൻ വിയർത്തു, രാത്രിയിൽ ക്ഷീണിച്ചുറങ്ങി. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. മനസ്സിലെപ്പോഴും ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു ബിസിനസ് തുടങ്ങുക എന്ന സ്വപ്നം. വെറും കഠിനാധ്വാനം കൊണ്ട് തന്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വരില്ലെന്നും അയാൾക്ക് മനസ്സിലായി. കുടുംബത്തിന് ഒരു നല്ല ജീവിതം നൽകണമെങ്കിൽ പണം സമ്പാദിക്കുന്ന രീതി മാറ്റണമെന്ന് അയാൾ ചിന്തിച്ചു. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ അയാൾ പലപ്പോഴും ആലോചിച്ചെങ്കിലും വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. വിക്രമന് പണത്തിന്റെ കുറവുണ്ടായിരുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ പണം അയാളുടെ പക്കലില്ലായിരുന്നു. ഗ്രാമത്തിൽ അയാൾക്കൊരു സ്വത്തുമുണ്ടായിരുന്നില്ല. ആരോടെങ്കിലും കടം വാങ്ങാനുള്ള ധൈര്യവും അയാൾക്കില്ലായിരുന്നു. എന്നാൽ വിക്രമൻ പിന്മാറാൻ നിന്നില്ല. അവൻ സ്വയം പറഞ്ഞു, പണമില്ലെങ്കിൽ എന്താ, കഠിനാധ്വാനം ചെയ്താൽ എല്ലാം നേടാൻ കഴിയും. പണമില്ലാതെയും ശരിയായ ദിശയിൽ ചിന്തിച്ച് മുന്നോട്ടു പോയാൽ ഒരു ദിവസം വിജയം നേടാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചു. ഒരു തൊഴിലാളിയായി ജോലി ചെയ്യുമ്പോൾ
വിക്രമൻ തന്റെ ചിന്താഗതി മാറ്റാൻ തുടങ്ങി. വെറും ഒരു തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനു പകരം എങ്ങനെയാണ് കൂടുതൽ ലാഭം ലാഭിക്കാൻ സാധിക്കുകയെന്ന് ഓരോ ദിവസവും പുതിയ വഴികൾ ചിന്തിക്കാൻ തുടങ്ങി. താൻ സമ്പാദിച്ച ഓരോ പൈസയും തന്റെ ബിസിനസ്സിനായി അയാൾ സ്വരുക്കൂട്ടി. തുടക്കത്തിൽ ഗ്രാമത്തിലെ ഒരു ചെറിയ പലചരക്ക് കടയോ ഏതെങ്കിലും പ്രാദേശിക ബിസിനസ്സിൽ പണം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചോ ആണ് അയാൾ ചിന്തിച്ചിരുന്നത്. എന്നാൽ ബിസിനസ്സിൽ പണം മാത്രം പോരാ, ശരിയായ ദിശയും ശരിയായ ആസൂത്രണവും വളരെ പ്രധാനമാണെന്ന് വിക്രമൻ മനസ്സിലാക്കി. ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുമ്പോഴെല്ലാം എനിക്ക് മൂലധനമില്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്യും, എനിക്ക് വലിയ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം മനസ്സിൽ വന്നു. എന്നാൽ വിക്രമന്റെ ആത്മവിശ്വാസം എന്നത്തേക്കാളും വർദ്ധിച്ചിരുന്നു. പണത്തിന്റെ അഭാവം ഒരു താൽക്കാലിക പ്രശ്നമാണെന്നും യഥാർത്ഥ പ്രശ്നം താൻ എങ്ങനെ സ്വയം തയ്യാറെടുക്കുന്നു എന്നതാണെന്നും അയാൾ ചിന്തിച്ചു. ചെറിയ ചുവടുകൾ വെക്കണമെന്ന് വിക്രമൻ തീരുമാനിച്ചു. കാരണം ചെറിയ ചുവടുകളാണ് ഒരു ദിവസം വലിയ വിജയത്തിലേക്ക് നയിക്കുന്നതെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. തുടക്കത്തിൽ തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ആരെങ്കിലും പണം കടം നൽകുമോ, അല്ലെങ്കിൽ തനിക്ക് ഏതെങ്കിലും വിധത്തിൽ കുറച്ച് മൂലധനം കണ്ടെത്താൻ കഴിയുമോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു സഹായവും ലഭിക്കാതെ വന്നപ്പോൾ ആരും എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്മാറണം എന്നാണോ അതിനർത്ഥം എന്ന് അയാൾ സ്വയം ചോദിച്ചു. ഇതിലും നല്ലതാണെന്ന് വിക്രമൻ ചിന്തിച്ചു. കാരണം താൻ സ്വന്തം കാലിൽ നിന്നാൽ ആരുടെയും സഹായം ആവശ്യമില്ലല്ലോ. അയാൾ തന്റെ ആത്മവിശ്വാസത്തിന് ഒരു പുതിയ രൂപം നൽകി. ഇപ്പോൾ അവൻ സ്വയം വെല്ലുവിളിക്കാൻ തുടങ്ങി. വിക്രമന്റെ ജീവിതം ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലായിരുന്നു. അയാൾ ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചിരുന്നു. ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു എന്നതാണ്. എന്നാൽ അയാൾ തുടർച്ചയായി പോരാടി. പണത്തിന്റെ കുറവ്, വിഭവങ്ങളുടെ അഭാവം, സമൂഹത്തിന്റെ സമ്മർദ്ദം. വിക്രമന് ഇതെല്ലാം നേരിടേണ്ടി വന്നു. എന്നാൽ വിജയത്തിന് കഠിനാധ്വാനം മാത്രമല്ല, തുടർച്ചയായ പോരാട്ടവും ആവശ്യമാണെന്ന് അയാൾക്കിപ്പോൾ നല്ലപോലെ അറിയാം. വിക്രമൻ തന്റെ ചെറിയ ബിസിനസ് ഒരു ചെറിയ കടയായിട്ടാണ് തുടങ്ങിയത്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ വിക്രമൻ തന്റെ ചെറിയ ബിസിനസ്സിൽ തന്നെ മുഴുകി. ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ വിക്രമൻ പതിയെ തന്റെ ബിസിനസ് വികസിപ്പിച്ചു. തുടക്കത്തിൽ വളരെ കുറഞ്ഞ ലാഭം ലഭിച്ചപ്പോൾ ഇതെല്ലാം എപ്പോഴെങ്കിലും മാറുമോ എന്ന് അയാൾ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ വിക്രമൻ തന്റെ കഠിനാധ്വാനത്തിലും സ്ഥിരതയിലും വിശ്വസിച്ചു. അങ്ങനെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം തന്റെ ചെറിയ ബിസിനസ് ഇപ്പോൾ ഒരു സ്ഥിരമായ വരുമാന സ്രോതസ്സായി മാറിത്തുടങ്ങി. ഇനി മുമ്പത്തെ പോലെ കഷ്ടപ്പെടേണ്ടതില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കട ഇപ്പോൾ ഗ്രാമത്തിലെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരുന്നു. അവിടെ ആളുകൾ വന്ന് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി. തന്റെ ആദ്യ പോരാട്ടത്തിന്റെ പൂർണ്ണഫലം വിക്രമന് ലഭിച്ചു. വിജയത്തിന് കുറുക്കുവഴികളില്ലെന്നും തുടർച്ചയായ പോരാട്ടത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും മാത്രമേ അത് നേടാനാകൂ എന്നും അയാൾക്ക് മനസ്സിലായി. ഈ സ്ഥിരത വിക്രമന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തെ സുഖമായി നോക്കാൻ കഴിഞ്ഞു. ഇളയ സഹോദരങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. കുടുംബത്തിലെ മറ്റുള്ളവരും സന്തോഷത്തിലായിരുന്നു. പോരാട്ടത്തിനും കഠിനാധ്വാനത്തിനും പകരമായി മറ്റൊന്നില്ലെന്ന് വിക്രമൻ തെളിയിച്ചു. അവനവന്റെ ജീവിതം മാറ്റാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഏതൊരാൾക്കും തീർച്ചയായും വിജയം ലഭിക്കും. വിക്രമന്റെ യാത്ര അദ്ദേഹത്തിന്റെ വിജയഗാഥ മാത്രമല്ല, ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ കടന്നുപോകുന്ന പോരാട്ടത്തിന്റെ കഥ കൂടിയായിരുന്നു. നമുക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനായി സത്യസന്ധമായും നിരന്തരമായും പോരാടുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനും വിജയത്തിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് നമ്മെ തടയാൻ കഴിയില്ലെന്ന് വിക്രമൻ നമ്മെ പഠിപ്പിച്ചു. ഒരു സാഹചര്യത്തിലും തോറ്റുപോകരുതെന്ന് അദ്ദേഹം കാണിച്ചു. കാരണം വിജയം ഒറ്റരാത്രി കൊണ്ട് നേടുന്നതല്ല, അത് കാലത്തിന്റെ പോരാട്ടത്തിന്റെയും നിരന്തരമായ പ്രയത്നങ്ങളുടെയും ഫലമാണ്. അവസാനം ജീവിതത്തിലെ യഥാർത്ഥ വിജയം നേടുന്നത് മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും സമ്മർദ്ദങ്ങളെയും നമ്മുടെ സ്വന്തം പരാജയങ്ങളെയും അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണെന്ന് വിക്രമന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പാഠം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട പ്രചോദനവുമാണ്. വിക്രമന്റെ ജീവിതം വെറുമൊരു കഥയല്ലാതായി മാറുകയും കഠിനാധ്വാനത്തിലൂടെയും പോരാട്ടത്തിലൂടെയും നമ്മുടെ ജീവിതം മാറ്റാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു പ്രചോദനമായി മാറുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പൂർണ്ണ സമർപ്പണത്തോടും സത്യസന്ധതയോടും കൂടി ജീവിക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്യവും അസാധ്യമല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. ഓരോ വെല്ലുവിളിക്കും ശേഷം ഒരു പുതിയ പ്രതീക്ഷയുണ്ടെന്നും അത് നേടിയെടുക്കാൻ നാം പരമാവധി ശ്രമിക്കണമെന്നും വിക്രമന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. വിക്രമന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയ മാറ്റത്തിനായി കാൽവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഇത്തരം പ്രചോദനാത്മകമായ കഥകളും സന്ദേശങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബറായി ചേരുന്നത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നു. ഇങ്ങനെയുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകളും ജീവിതം മാറ്റുന്ന നുറുങ്ങുകളും ഞങ്ങൾ നിങ്ങൾക്കായി എപ്പോഴും കൊണ്ടുവരും. നന്ദി.
നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങുക, പോരാടുക, ഒരിക്കലും തോൽക്കരുത്. കാരണം ഒരിക്കലും തോൽക്കാത്തവർക്ക് മാത്രമേ വിജയം ലഭിക്കൂ. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കുവെക്കുക. അതുവഴി അവർക്കും ഈ പ്രചോദനവുമായി മുന്നോട്ടു പോകാൻ കഴിയും. അടുത്ത തവണ നമ്മൾ ഒരു പുതിയ കഥയുമായി വീണ്ടും കണ്ടുമുട്ടും.